ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫോറക്സ് മാർക്കറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് ഏകദേശം ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ വരെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലായിട്ട് നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസ് ആക്ഷൻ മെത്തേഡിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ട്രേഡ് കിട്ടും, സൂപ്പർ ട്രേഡ് കിട്ടും. ഓക്കെ, അപ്പം എന്താണ് സപ്പോർട്ട്, എന്താണ് റെസിസ്റ്റൻസ്? അപ്പോൾ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചുമ്മാ മാർക്കറ്റ് വന്ന് ഏതെങ്കിലും ഒരു പ്രൈസ് റേഞ്ച് ഒന്ന് ടാപ്പ് ചെയ്യുന്നു, താഴോട്ട് വരുന്നു, ടാപ്പ് ചെയ്യുന്നു, താഴോട്ട് വരുന്നു, അതെങ്ങനെ നമുക്ക് വാലിഡ് ആണെന്ന് നമുക്ക് നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കൺഫർമേഷൻ നോക്കണം, എന്നിട്ടൊക്കെ വേണം നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് ട്രേഡ്സ് നോക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം എന്താണ് സപ്പോർട്ട്? സപ്പോർട്ടെന്ന് പറയുമ്പം ഒരു പ്രൈസ് റേഞ്ച്, ഏതെങ്കിലും ഒരു പ്രൈസ് റേഞ്ച് ആയിക്കോട്ടെ, ഒരു പ്രൈസ് റേഞ്ചിൽ ഇവിടെ ഇപ്പോൾ ഒരു 50 എന്ന് പറയുന്നൊരു പ്രൈസാണ്, അങ്ങനെ വിചാരിക്കുക. ഓക്കെ, ആ ഒരു 50 എന്ന് പറയുന്നൊരു പ്രൈസ് റേഞ്ചിലോട്ട് മാർക്കറ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുവാണ്. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ട് വന്നാലല്ലേ മുകളിലോട്ട് സപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പം ആ ഒരു പ്രൈസിൽ തട്ടി മുകളിലോട്ട് പമ്പ് ചെയ്യുന്നു, അപ്പ് സൈഡിലോട്ട് പമ്പ് ചെയ്യുന്നു. ദെൻ മുകളിൽ നിന്ന് പിന്നെയും മാർക്കറ്റ് താഴോട്ട് വരുവാണ്. ആ ഒരു പ്രൈസ് റേഞ്ച് എത്തിയപ്പം പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പം ആ ഒരു പ്രൈസ് തട്ടി പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രൈസിനെ നമുക്കൊരു സപ്പോർട്ട് പ്രൈസ് അഥവാ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയാം. ഓക്കെ, അപ്പം എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് പറയുന്നത് വേറെ ഒന്നുമല്ല. റെസിസ്റ്റൻസ് എന്ന് കഴിയുമ്പോൾ റെസിസ്റ്റ് ചെയ്യുക എന്നാണ്. ഓക്കെ, അപ്പം ഒരു പ്രൈസ് ലെവൽ, ഏതെങ്കിലും ഒരു പ്രൈസ് ലെവലായിക്കോട്ടെ, ആ പ്രൈസ് ലെവലിലോട്ട് മാർക്കറ്റ് താഴേന്ന് മുകളിലോട്ട് വരുമ്പോൾ ആ ഒരു പ്രൈസിൽ തട്ടി മാർക്കറ്റ് താഴോട്ട് വരുന്നു. ഓക്കെ, പിന്നെയും മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് പിന്നെയും പോകുന്നു, പിന്നെയും ആ ഒരു പ്രൈസിൽ തട്ടി മാർക്കറ്റ് താഴോട്ട് വരുന്നു, പിന്നെയും മാർക്കറ്റ് താഴേന്ന് മുകളിലോട്ട് പോകുന്നു, ദെൻ ആ ഒരു പ്രൈസിൽ തട്ടി പിന്നെയും മാർക്കറ്റ് താഴോട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൈസിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയാം. അതായത് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് താഴേന്ന് മുകളിലോട്ട് മാർക്കറ്റിനെ പമ്പ് ചെയ്ത് വിടുന്നൊരു പ്രൈസ് ലെവൽ. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിന് മുകളിൽ നിന്ന് താഴോട്ട് പമ്പ് ചെയ്ത് വിടുന്ന ഒരു പ്രൈസ് ലെവലാണ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് സപ്പോർട്ട്, എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്ന് നോക്കാം. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടവർക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് നമ്മളൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ചാൽ, ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ മാർക്കറ്റ് ഒരു ഹയർ ലോ ഹയർ ഹൈ ഒക്കെ ഇങ്ങനെ തന്നിങ്ങനെ പോവുക. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പം അവിടെ നിന്ന് മാർക്കറ്റ് പമ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. ദെൻ മാർക്കറ്റ് പിന്നെയും താഴോട്ട് വരുമ്പോൾ ആ ഒരു ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്ത് പിന്നെയും മുകളിലോട്ട് പോകുന്നു. ദെൻ താഴോട്ട് വരുമ്പോൾ പിന്നെയും ആ ഒരു ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വെച്ച് മാർക്കറ്റിന് സപ്പോർട്ട് കൊടുക്കുന്നതാണെങ്കിൽ അതിനെ നമുക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം എന്താണ് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്? അപ്പം മാർക്കറ്റ് ഒരു ലോവർ ഹൈ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പോവുക. അപ്പോൾ എന്താണ് ലോവർ ഹൈ, ഹയർ ലോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്ന് നോക്കുമ്പം മാർക്കറ്റ് ഇങ്ങനെ ലോവർ ഹൈ ഒക്കെ ഇങ്ങനെ തന്ന് പോകുമ്പം നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴോട്ട് പമ്പ് ചെയ്യുന്നു. ഓക്കെ, മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ലൈനിൽ പിന്നെയും ടാപ്പ് ചെയ്യുന്നു, പിന്നെയും താഴോട്ട് വരുന്നു, പിന്നെയും ടാപ്പ് ചെയ്യുന്നു, പിന്നെയും താഴോട്ട് തന്നെ വരുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ, ഒരു റെസിസ്റ്റൻസ് ലെവൽ. ഓക്കെ, അതിനാണ് നമുക്കൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ തന്നെ. ഓക്കെ,
അപ്പോൾ എന്താണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, എന്താണ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ലൈവ് ചാർട്ടിൽ പോയി നമുക്കത് നോക്കാം. ഓക്കെ, അത് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്താണ്, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്താണ്, അല്ലെങ്കിൽ സപ്പോർട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മളിവിടെ ഈ ഒരു ലെവല് നല്ലൊരു ലെവൽ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇതൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇതാ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, താഴോട്ട് പോയി. ദെൻ മാർക്കറ്റ് ഇതാ പിന്നെയും വന്ന് ടാപ്പ് ചെയ്തു, താഴോട്ട് പോയി. മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, താഴോട്ട് പോയി. ഇവിടെ നമുക്ക് ഏകദേശം ഈ മൂന്നാമത്തെ ടാപ്പിൽ നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാം വിത്ത് ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷനാണ് താഴോട്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു റേഞ്ചിൽ നമ്മൾ ട്രേഡ് പുഷ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മൾ ട്രേഡ് പുഷ് ചെയ്യും. ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷനൊക്കെ എടുത്ത് നമ്മളിവിടെ ട്രേഡ് പുഷ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഈ ഒരു ക്യാൻഡലിന് മുകളിലായിട്ട് ഈ ഒരു ക്യാൻഡലിന് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു റേഞ്ചിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ മാർക്കറ്റ് കറക്റ്റായിട്ട് പ്രോഫിറ്റ് വന്ന് താഴോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിനുള്ളൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ച് ഉണ്ടോ, ഇതൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇതാ നോക്കിയോ, മാർക്കറ്റ് ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പമ്പ് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പമ്പ് ചെയ്തു. ദെൻ മാർക്കറ്റ് ഇതാ ഇവിടെ ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പമ്പ് ചെയ്തു. ഓക്കെ, നല്ലൊരു പ്രോഫിറ്റ്, മാർക്കറ്റ് നല്ലൊരു റിട്ടേൺ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിതാ ഇവിടെ തന്നെ ബൈ സൈഡിലോട്ട് ട്രേഡ് പുഷ് ചെയ്യുന്നു. ഏകദേശം ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷനൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം ഈ ഒരു റേഞ്ചിലോട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ടാർഗറ്റും ഈ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് അവിടെ നിന്നിട്ടുള്ള നല്ലപോലെ പമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏകദേശം ഇവിടം വരെയൊക്കെ ഏകദേശം 1:3.5 എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാം. മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രയും മെൻ്റലി കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ ആ ട്രേഡ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്കൊരു സപ്പോർട്ട്, ഇപ്പോൾ എന്താണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസിനൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സപ്പോർട്ട് റെസിസ്റ്റൻസിന് എക്സാമ്പിൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരുമ്പം അത്ര ഒരു റിട്ടേൺ തന്നിട്ടുള്ള ഒരു ലെവൽസ് തന്നെ നോക്കണം. ഓക്കെ, ഏകദേശം ഈ ഒരു റേഞ്ച് നമുക്ക് നോക്കാം. ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, മാർക്കറ്റ് ഇതാ ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പമ്പ് ചെയ്തു. നെക്സ്റ്റ് ഇതാ ഇവിടെ ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പമ്പ് ചെയ്തു. ദെൻ ഇവിടെ ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പമ്പ് ചെയ്തു. ഓക്കെ, നമ്മൾ ഏകദേശം ഈ ഒരു ഏരിയയിൽ ട്രേഡ് പുഷ് ചെയ്യുന്നു ബൈ സൈഡിലോട്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യുന്നു. ദെൻ
ഏകദേശം നമ്മൾ ടാർഗറ്റ് ഇവിടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് തന്നിട്ടുണ്ട്. ദെൻ ഒരു തേർഡ് ടാർഗറ്റ് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു ഫസ്റ്റ് ടാർഗറ്റ് എടുക്കുക, ദെൻ വാച്ച് ചെയ്യുക, എക്സ്പീരിയൻസ് ആവുക. ദെൻ എക്സ്പീരിയൻസ് ആയ ശേഷം സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ പയ്യെ മൂവ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിന് എക്സാമ്പിൾ കണ്ടു, ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് എക്സാമ്പിൾ കണ്ടു, സപ്പോർട്ടിന് എക്സാമ്പിൾ കണ്ടു. നമുക്കൊരു റെസിസ്റ്റൻസിനൂടെ എക്സാമ്പിൾ പോകാം. ഓക്കെ, റെസിസ്റ്റൻസിന് എക്സാമ്പിൾ എന്ന് പറയുമ്പം നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ബ്രേക്ക് ആകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഔട്ടിനെയൊക്കെ പറ്റി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ട്രേഡ് പുഷ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, നമുക്കൊരു റെസിസ്റ്റൻസിലൂടെ എക്സാമ്പിൾ നോക്കാം. റെസിസ്റ്റൻസൊക്കെ ബ്രേക്കാണ്. ഓക്കെ, റെസിസ്റ്റൻസ് ലെവൽ കറക്റ്റായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ തന്നെ നിങ്ങളെ കാണിക്കണം, അല്ലെങ്കിൽ അത് ക്ലിയർ ആവത്തില്ല. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് സപ്ലൈ സോൺ ഡിമാൻഡ്